അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കണ്ണൂരത്തെ നിശ്ചയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു 2:50 ആകുമ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഉച്ച ഒരു 2:50 ആകുമ്പോൾ ചോറുന്നല കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. അപ്പോൾ 2:50 അവിടെ നിന്ന് പോന്നിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറത്ത് എത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ ആവുള്ളൂ കേട്ടോ. കറക്റ്റ് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ 2:50 ട്രെയിനിലൊക്കെ കയറിയിട്ട് ഇരുന്ന് കണ്ണൂരിൽ നിന്നൊക്കെ ട്രെയിൻ എടുത്തൊരു എടക്കാട് കണ്ണൂരിൻ്റെ ഒരു സ്റ്റോപ്പ് ഇപ്പുറത്ത് വണ്ടി അവിടെ 1 മണിക്കൂറോളം അവിടെ നിർത്തിയിട്ട. വേറെ എന്തോ വണ്ടി പോകാണ്ട് കണ്ട് 1 മണിക്കൂറോളം അവിടെ നിർത്തിയിട്ട. അങ്ങനെ അവിടെ പോസ്റ്റായി. പിന്നെ ഞാൻ അങ്ങനെ പറയാൻ കേട്ടോ ഉമ്മാനോടൊക്കെ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വണ്ടി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലൊക്കെ ആവശ്യങ്ങളൊക്കെ പോകേണ്ടത് വന്നിട്ടുണ്ടെങ്കിലൊക്കെ ട്രെയിനിലൊക്കെ പോകാനുള്ള ദൂരത്തൊക്കെ ആണെങ്കിലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ കയറിയിട്ട് പേടും കിട്ടും. നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ അന്തം വിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ അമ്മാണ്ട് പറയാം, ഡ്രൈവർക്ക് വിളിക്കാനുള്ള ഒരു സംവിധാനം ട്രെയിനിൽ വേണം. എന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാം, ഇതെന്താ ഇവിടെ എന്താ അങ്ങനെ നിർത്തിയിട്ടിക്കണേ എന്തെങ്കിലും ചോദിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയരുത് കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടുന്ന് കുറേ പോസ്റ്റായതിന് ശേഷം ഒരു 2:50 ഒരു 3 മണിയാകുമ്പോൾ അവിടെ നിർത്തിയിട്ട് പിന്നെ എടുത്തത് 4 മണിക്കാണ് കേട്ടോ. 4 മണിക്ക് എടുത്തിട്ട് പിന്നെ കുറ്റിപ്പുറത്ത് വന്ന് ഇറങ്ങുമ്പോൾ 6:15 കേട്ടോ. പിന്നെ 6:15 ഞാൻ കുറ്റിപ്പുറത്ത് നേരെ പൊന്നാനി സ്റ്റാൻഡിലേക്ക് ബസ് കയറിയിട്ട് അവിടുന്ന് നേരെ പാപ്പാളേക്ക് കയറിയിട്ട് അങ്ങനെ വീട്ടിലെത്തുമ്പോൾ 8:05 8:10 ആ ലെവലിലാണ് വീട്ടിലെത്തിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നിശ്ചയമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്ന്. പിന്നെ ഇന്നലെ എന്താ പറയുക, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ആ ഷാരോൺ വധക്കേസിലത്തെ രേഷ്മയ്ക്ക് തൂക്കുകയറ് വിധിച്ചത്. ഇങ്ങനെയുള്ള നല്ല നല്ല ശിക്ഷകളാണ് ശരിക്കും കൊടുക്കേണ്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറേ കൊലപാതകങ്ങൾ ചെയ്തിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന കുറേ ആളുകളുണ്ട് അല്ലേ. അങ്ങനെ രക്ഷപ്പെടുമ്പോൾ എന്താ കൂടുതൽ കുറ്റങ്ങൾ ചെയ്യാനുള്ള പ്രവണത ആളുകൾക്ക് കൂടി വരിക. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല ശിക്ഷകൾ കൊടുക്കുമ്പോൾ അവർക്ക് പിന്നീട് അത് ചെയ്യാനുള്ള ഒരു പൂതി ഉണ്ടാവില്ല. ഇങ്ങനെ ഒരാൾക്കത് സംഭവിച്ചത് കൊണ്ട് ഇനി ഇതേപോലെ ശിക്ഷയാണല്ലോ എനിക്ക് കിട്ടുക എന്ന് വിചാരിച്ചിട്ടെങ്കിലും ഒന്ന് അടങ്ങി നിൽക്കും. എന്തായാലും സ്നേഹിക്കാൻ പോണ ആൾക്കാരും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചോളിട്ടോ. ഇങ്ങനെയൊക്കെ വല്ല അപകടങ്ങളിൽ ചെന്ന് ചാടണ്ട. അപ്പോൾ ആ ചെക്ക എത്ര നല്ല രീതിയിലാണ് പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. പെണ്ണിനെ വേണ്ടെങ്കിൽ വേണ്ടാന്ന് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ വെറുതെ അവൻ അങ്ങനെ കൊന്നതല്ലേ. അപ്പം എന്നിട്ടിപ്പോൾ കൊന്നിട്ടിപ്പോൾ അവൾക്ക് എന്താ കിട്ടി? അവൾക്കിപ്പോൾ പട്ടാളക്കാരനെ കെട്ടാനും പറ്റിയില്ല, അവൾക്ക് 38 വയസ്സിൽ ജീവിക്കാനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. എന്തായാലും അതൊരു നല്ലൊരു ശിക്ഷയായിട്ടൊക്കെ തോന്നിയിട്ട. പിന്നെ പല ഇതും നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, മകന് ഉമ്മാനെ കൊന്ന്. ഇതൊക്കെ എന്താണല്ലോ ഇതിനൊക്കെ ഒരു അർത്ഥം വരുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ രക്തബന്ധങ്ങൾക്കും ഒന്നിനും ഒരു വില ഇല്ലാത്ത കാലമാണ് വരുന്നത്. പിന്നെ കൂടപ്പിറപ്പുകൾ തമ്മിൽ ഇതുണ്ടായിട്ട് ആ അനിയത്തി ഗർഭിണിയായി. അപ്പോൾ ഇന്നത്തെ കാലം പറഞ്ഞ ഇതാണ് മക്കളെ. അപ്പോൾ നമ്മളെ മക്കളിൽ നമ്മൾ എല്ലാവരും സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് നല്ലത്. ഇപ്പം ആങ്ങള പെങ്ങള് ഉമ്മ ഉപ്പ അങ്ങനത്തെ സ്ഥാനങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പോൾ രക്തബന്ധങ്ങൾക്ക് വില ഇല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വില ഇല്ലാത്തൊരു കാലമാണ്. പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നല്ല. കൂടപ്പിറപ്പുകൾ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞാൽ ഒരിത്തിരിയെങ്കിലും ഒരു കരുണയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പടച്ചവന് എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ അല്ലേ. അങ്ങനെ നമുക്ക് ദുആ ചെയ്യാം, അത്രേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ കാര്യമാണെങ്കിലും ആരുടെ കാര്യമാണെങ്കിലും എന്താ വരാൻ പോണത് എന്താ ഒന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ അവസ്ഥയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും പടച്ചവന് എല്ലാവർക്കും നല്ല മനസ്സും നല്ല ബുദ്ധിയും കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലുള്ളത് ഇങ്ങനത്തെ കുഞ്ഞു വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞത് കുഞ്ഞു വിശേഷങ്ങളൊന്നുമില്ല, വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വളരെ എന്തായാലും എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ, അങ്ങനെ ദുആ ചെയ്യാനാണ് നമുക്ക് പറ്റുള്ളൂ. ഇന്നത്തെ കാലം കുറഞ്ഞ അടുത്തൊരു കാലം ആരോടും ആർക്കും സ്നേഹമില്ല, സ്വന്തം കാര്യം ചിന്താകാന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു കാലമാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.